ബുദ്ധിയുടെ വിജയം. കാട്ടിലെ പക്ഷികളുടെ രാജാവായിരുന്നു ദുഷ്ടനായ ആ പരുന്ത്. ഭയങ്കര ദേഷ്യക്കാരനും ക്രൂരനുമായ അവൻ ചെറിയ തെറ്റുകൾക്ക് പോലും കടുത്ത ശിക്ഷയാണ് നൽകിയിരുന്നത്. എല്ലാ പക്ഷികൾക്കും പരുന്തിനെ പേടിയായിരുന്നു. പരുന്തിന്റെ ദുർഭരണത്തിൽ എല്ലാവരും അസന്തുഷ്ടരായിരുന്നു. എങ്ങനെയെങ്കിലും പരുന്തിനെ രാജാവിന്റെ സ്ഥാനത്തുനിന്ന് മാറ്റാൻ അവർ തീരുമാനിച്ചു. ആരായിരിക്കണം പുതിയ രാജാവ്? പക്ഷികൾ ചർച്ച തുടങ്ങി. പല പക്ഷികളുടെയും പേരുകൾ ഉയർന്നുവന്നു. അപ്പോഴാണ് മൂത്തശ്ശി തത്തമ്മ പറഞ്ഞത്, നമുക്ക് നമ്മുടെ ബുൾബുളിനെ രാജാവാക്കിയാലോ? അവൻ വളരെ നല്ലവനാണ്, എല്ലാവരോടും സ്നേഹവും കരുണയും കാണിക്കുന്നവനാണ്. അതെ അതെ, ബുൾബുൾ ഒരു നല്ല രാജാവായിരിക്കും. മറ്റു പക്ഷികൾ മൂത്തശ്ശി തത്തമ്മയുടെ അഭിപ്രായത്തോട് യോജിച്ചു. അങ്ങനെ ബുൾബുളിനെ രാജാവായി അംഗീകരിച്ച് തീരുമാനമായി. അപ്പോഴാണ് കുരുവി ചോദിച്ചത്, അല്ല, പരുന്തിനെ രാജപദവിയിൽ നിന്നും മാറ്റിയ വിവരം അവനെ അറിയിക്കണ്ടേ? അത് ശരിയാണ്, പക്ഷേ ആരാണ് അവനോട് ഈ വിവരം പറയാൻ ധൈര്യപ്പെടുക? ചോദിച്ചത് കാക്കയാണ്. അതിന് വേറെ ഒരു വഴിയുണ്ട്. എനിക്കൊരു സൂത്രം തോന്നുന്നുണ്ട്. നിങ്ങൾ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പരുന്തിനെ സുഖമായി മാറ്റാം. കൗശലക്കാരൻ മൂങ്ങ പറഞ്ഞു. എല്ലാവരും തയ്യാറായിരുന്നു. അങ്ങനെ മൂങ്ങ പരുന്തിനെ ചെന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ ഭരണകാലം കഴിയാറായല്ലോ. ഇനി പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കണ്ടേ? കുറേ പക്ഷികൾ അങ്ങയ്ക്കെതിരാണ്. അവരാ ബുൾബുളിനെ രാജാവാക്കാനുള്ള പരിപാടിയാണ്. അവരുടെ മുൻപിൽ ശക്തി തെളിയിച്ച് അങ്ങ് രാജാവായി തുടരണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെയോ? എങ്കിൽ പിന്നെ എന്റെ ശക്തി തെളിയിച്ചിട്ട് തന്നെ കാര്യം. എന്നേക്കാൾ ശക്തനായ ഏതു പക്ഷിയുണ്ട് ഈ കാട്ടിൽ? പരുന്ത് അഹങ്കാരത്തോടെ തുടർന്നു. ആട്ടെ, ശക്തി ഞാൻ എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? ഓ, അതൊന്നുമില്ല രാജൻ. നാളെ ഒരു മരച്ചില്ല അങ്ങയുടെ കൊക്കുകൊണ്ട് കൊത്തിമുറിക്കണം, മൂങ്ങ പറഞ്ഞു. അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പരുന്തിന് തോന്നിയില്ല. മറ്റെല്ലാ പക്ഷികളെക്കാളും ശക്തൻ താൻ തന്നെയാണെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ബുൾബുൾ എന്തു ചെയ്യാനാണ്? വല്ല മരംകുത്തിയോ മറ്റോ ആണ് എതിരാളിയെങ്കിൽ സംഗതി എളുപ്പമാകില്ല. അടുത്ത ദിവസം ശക്തി പരീക്ഷണത്തിന് തയ്യാറായി പരുന്ത് സ്ഥലത്തെത്തി. മയിലായിരുന്നു മത്സരത്തിന്റെ വിധികർത്താവ്. കൊത്തിമുറിക്കേണ്ട കൊമ്പ് മയിൽ പരുന്തിന് കാണിച്ചുകൊടുത്തു. പരുന്ത് സർവ്വശക്തിയുമെടുത്ത് മരക്കൊമ്പിൽ കൊത്തി. അവൻ എത്ര ശ്രമിച്ചിട്ടും ആ കൊമ്പ് കൊത്തിമുറിക്കാൻ സാധിച്ചില്ല. അടുത്തത് ബുൾബുളിന്റെ ഉഴമായി. മയിൽ ബുൾബുളിന് അടുത്ത മരത്തിലെ അത്രയും തന്നെ വലിപ്പമുള്ള ഒരു ചില്ല കാണിച്ചുകൊടുത്തു. ബുൾബുൾ ഒരു വട്ടം പറന്നുവന്ന് ആ ചില്ലയിൽ ആഞ്ഞൊരു കൊത്ത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ചില്ല ഒടിഞ്ഞു താഴെ വീണു. പരുന്തിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. പക്ഷികൾ ആർപ്പുവിളി തുടങ്ങിയിരുന്നു. ഒരു ചെറിയ ബുൾബുളിനോട് പരാജയപ്പെട്ടത് പരുന്തിന് ഓർക്കാൻ പോലും ആകാത്ത കാര്യമായിരുന്നു. അവൻ ഉടൻ തന്നെ ആ കാട് വിട്ട് ദൂരേക്ക് പറന്നുപോയി. പക്ഷികൾ ബുൾബുളിനെ തങ്ങളുടെ രാജാവായി അംഗീകരിച്ചു. യഥാർത്ഥത്തിൽ മൂങ്ങ തലേദിവസം തന്നെ തന്റെ സുഹൃത്തായ മരംകൊത്തിയെക്കൊണ്ട് ബുൾബുൾ കൊത്തിമുറിക്കേണ്ട ചില്ല കൊത്തി ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ തട്ടേ വേണ്ടിയിരുന്നുള്ളൂ അത് മുറിച്ചിടാൻ. അതുകൊണ്ടാണ് ബുൾബുൾ കൊത്തിയപ്പോൾ ആ ചില്ല ഒടിഞ്ഞു വീണത്. അങ്ങനെ ബുദ്ധിയും പരസ്പര സഹായവും കൊണ്ട് പക്ഷികൾ ദുഷ്ടനായ പരുന്തിനെ ഓടിച്ചു. നല്ലവനായ ബുൾബുൾ പിന്നീട് നല്ല രീതിയിൽ ഭരണം നടത്തി. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞു.